പ്രശ്നാധിഷ്ഠിതമായി നല്ലതിനെ നല്ലതെന്നും ചീത്തതിനെ ചീത്തതെന്നും പറയുമ്പോൾ ഞാൻ ഇഷ്യൂ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെ കാവ്യവൽക്കരിച്ചെന്നോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പോയെന്നോ ഞാൻ വർഗീയവാദിയാണെന്നോ ഒക്കെ പറഞ്ഞ് പലരൊക്കെ ഇതാണ് ലീഗുകാർ എന്തെല്ലാം പറഞ്ഞു, അവരുടെ പോഷകങ്ങൾ എന്തെല്ലാം പറഞ്ഞു. അതിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട റാവുത്തോർ സംഘടന വരെ, അത് ആകെ 15 പേരുകൾ, അവർ വരെ എനിക്കെതിരായിട്ട് പറഞ്ഞു പാസ്സാക്കുന്നുണ്ട്. ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഞാൻ സത്യം പറയുന്നു, ജനം അത് കുറെയെല്ലാം നേരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതല്ലാതെ മാഷ് പറഞ്ഞ രാഷ്ട്രീയാഭിപ്രായമാണ്, അത് അദ്ദേഹത്തിന് പറഞ്ഞേ തീരുള്ളൂ. അതങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ട് ഞാനും മാഷും തമ്മിൽ വലിയ തർക്കവും വഴക്കും നാളെ ഗുസ്തി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും, അതവരുടെ രാഷ്ട്രീയ അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയും. ഇടതുപക്ഷത്തിന് ഇത്തോളം പറ്റിയ പരാജയം എന്ന് പറഞ്ഞാൽ അവർ സാധാരണക്കാരെ മറന്നുപോയി. അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഉമ്മൻചാണ്ടി 600 രൂപ കൊടുത്തുള്ളൂ എങ്കിൽ 1600 രൂപ ആക്കിയ ഇടതുപക്ഷം എന്തുകൊണ്ട് അവർക്ക് പാവപ്പെട്ടവരുടെ പെൻഷൻ കൊടുത്തില്ല? അതോടൊപ്പം തന്നെ കിറ്റ് കൊടുക്കാനൊത്തില്ലെങ്കിലും ഇവിടുത്തെ മാവേലി സ്റ്റോറിനകത്ത് പാറ്റ കയറി ഇറങ്ങാൻ ഒരു സാധനം അതിനകത്തില്ല. പാറ്റായ്ക്ക് പോലും കഴിക്കാനൊന്നുമില്ല. ഒന്നുമില്ലാതാക്കിയെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നൊരു വേദി അല്ലെങ്കിൽ അവസരം അകമായിരുന്നുവെങ്കിൽ ആ വേദി അടഞ്ഞു പോയില്ലേ? സാധാരണക്കാരെ സംബന്ധിച്ചത് അത് വലിയൊരു പ്രശ്നമല്ലേ? ഇതെല്ലാം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിൽ കയറി. അതും മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം, ഇതൊക്കെ മുമ്പ് ഒന്നുമില്ലാത്ത വിധത്തിലുള്ള പ്രീണനം. പാലസ്തീൻ പ്രശ്നം ഉണ്ടാകുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്തത്? എത്ര സമ്മേളനങ്ങളാണ് നടത്തിയത്? ഇതെല്ലാം വന്ന് കയറി ഇറങ്ങി പോയി എന്നുള്ളതല്ലാതെ വല്ല ഗുണവും കിട്ടിയ. മാത്രമല്ല, അവരെല്ലാം പ്രീണിപ്പിക്കാൻ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തു. മാത്രമല്ല, ഈ അടിസ്ഥാന വർഗം പണിയെടുത്തും ചോര കൊടുത്തും വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായ പലർക്കും അവസരം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്ക് ട്രിപ്പിൾ പ്രൊമോഷൻ, അതിൻ്റെ അപ്പുറത്തുള്ള പ്രൊമോഷനും അവരുടെ പ്രവർത്തന പാരമ്പര്യം പോലും നോക്കാതെ കൊടുത്തപ്പോൾ ഇതിനകത്തുള്ള ചെറുപ്പക്കാരായ ആളുകൾക്ക് കുറെ നിരാശാബോധം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇന്നലെ വന്ന ആളുകൾക്ക് വളരെ നാളുകളായിട്ട് ഇവിടെ കിടന്ന് അവർ ചോരയും നീരും പ്രയത്നവും കൊടുത്ത് കഷ്ടപ്പെട്ട സാധാരണക്കാരായ വിദ്യാഭ്യാസവും വിവരമുള്ള സാധാരണക്കാരായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരെല്ലാം തഴഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുകളിലേക്ക് ഇന്ത്യൻ മുകളിൽ സ്ഥാനം കൊടുത്ത് ഉയർത്തുമ്പോൾ അവരിലൊരു അസംതൃപ്തി, ഇതെല്ലാം കൂടെ വന്നു. പക്ഷെ നിങ്ങൾ നോക്ക്, റിസൾട്ട് വന്നപ്പോൾ എന്ത് പറ്റി? വടക്കല്ല, ഇവിടുത്തെ 70 പിന്നെ വടക്കുള്ള തീയലൊക്കെ ഇവിടുത്തെ പോയി. ഏറ്റവും നല്ലൊരു ടീച്ചറല്ല ഞാൻ. ആ ടീച്ചർ 1 ലക്ഷത്തിന് മേലാണ് തോറ്റത്. ഇന്നും സുധാകരന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 1 ലക്ഷത്തിൽ വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അങ്ങനെ ജീവിതത്തിൽ കഷ്ടിച്ച് ജയിക്കുക നോക്കുക എന്നും വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് സുധാകരൻ 1 ലക്ഷത്തിന് മേൽ, സുധാകരൻ 1 ലക്ഷത്തിന് മേൽ വോട്ട് ജയിച്ച്. ആരുടെ വോട്ടാണ്? ഒറ്റക്കാരും മനസ്സിലാക്കി വെച്ചാൽ മതി. അഖിലേന്ത്യാ ലെവലിൽ മുസ്ലിം സമുദായം ഒരു തീരുമാനമെടുത്തു. അതായത് BJPയെ തുടച്ചു മാറ്റുവാൻ കോൺഗ്രസിനെ നമ്മൾ വോട്ട് ചെയ്യാവൂ എന്ന് മുസ്ലിം സമുദായം എടുത്ത അഖിലേന്ത്യാ ലെവലിലുള്ള തീരുമാനം അവർ നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തത് എന്നാ കാര്യം? ഇവിടെ കോൺഗ്രസിന് കൊടുക്കണം. അത് കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഇവിടെ കോൺഗ്രസ് നിന്ന് മുസ്ലിം കാൻഡിഡേറ്റായിരുന്നല്ല ഇടതുപക്ഷത്തിന്റെ മണ്ണഞ്ചേരിന്ന് പോലും വോട്ട് കിട്ടിയ. ഇവിടെ പോയി ഏറ്റവും മുസ്ലിങ്ങളുള്ള സ്ഥലമല്ലേ മണ്ണഞ്ചേരി, ഇവിടെ പോയി വോട്ട്.